ഹലോ, ഞാൻ റിജൂസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസിറ്റി മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ആയിട്ടല്ല, CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ ലാസ്റ്റ് ഭാഗം ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയണം. നമ്മൾ 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ 3ാമത്തെ വീഡിയോ ആണ്. 1010 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 781 വരെ പറഞ്ഞു. അതിൻ്റെ ബാലൻസ് ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓർഡർ തെറ്റിപ്പോവുക, അതുപോലെ തന്നെ നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസറായിട്ട് വരുന്നത്. ടിക്ക് ചെയ്തേക്കണതിലൊക്കെ ഒരുപക്ഷെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസ് ആയിട്ടല്ല ചെയ്യുന്നത്, സൈലൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമ്മൾ വീഡിയോയിൽ കാണിക്കണം, അത്രേ ഉള്ളൂ. ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് നമ്മൾ ആൻസറായിട്ട് നമ്മൾ കരുതുന്നത്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത ടൈമിലും നമ്മളിത് എന്താ പറയുക, ടിക്ക് ചെയ്ത ടൈമിലും വീഡിയോ ചെയ്ത സമയത്തുമൊക്കെ നമുക്ക് തെറ്റുകൾ വന്നുപോയി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമായത്. ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് CSATക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഒറിജിനൽ പിന്നീട് ആൻസേഴ്സും ഒറിജിനൽ പിന്നീട് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറയാറില്ല, അതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അതിന് മുന്നത്തെ വീഡിയോ നമ്മൾ ഇത്തിരി ക്ലാസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫുൾ സൈലൻ്റ് ആയിരുന്നു. നമ്മൾ റൂമിൽ ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാൻ യൂസ് ചെയ്തേക്കണ കാരണം ഫാൻ്റെ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് വീഡിയോയിൽ. അപ്പോൾ ഫാൻ്റെ സൗണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ ഹെഡ്ഫോൺ വെച്ചൊക്കെ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും അത് അറിയാൻ പറ്റും. ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. ഫാൻ്റെ സൗണ്ട് കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം. സോറി, നമ്മൾ സംസാരിച്ചപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിപ്പോയി. യൂട്യൂബ് ആയതുകൊണ്ട് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലൊക്കെ ഒരേപോലെ പറയേണ്ട ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോൺസെൻട്രേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇത് വലിയൊരു കോൺസിക്വൻസ് തന്നെയാണ് നമ്മളെ വീഡിയോയില. എന്തായാലും നമ്മളെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം പ്രാധാന്യം എടുത്ത് പറയുന്നത്. നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ വീഡിയോനെയും ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ദയവേത് ഓർക്കണം. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അതിന് ശേഷം നമ്മൾ ഒറിജിനൽ പ്രിൻ്റ് ആൻസേഴ്സ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയണം, CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ലാസ്റ്റ് ഭാഗം ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ 781 ക്വസ്റ്റ്യൻ. ഇതിനു മുന്നേ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവേത് വാച്ച് ചെയ്യണം എന്നും കൂടി പറയാണ്. നമ്മൾ 781 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. ഒരിക്കൽ കൂടി നമ്മൾ ഈ വീഡിയോയിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. 781.
ഇനി നമ്മൾ ഒറിജിനൽ പ്രിന്റ് ആൻസേഴ്സ് ആണ് ഇനി നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒറിജിനൽ പ്രിന്റ് ആൻസേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ 1 മുതൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാണ് വീഡിയോ. എന്നാലും നമ്മളൊരു കംഫർട്ടബിളായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. 1010 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ. സോറി. നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ഈ ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് ഒരിക്കൽ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും.
അങ്ങനെ 1010 ക്വസ്റ്റ്യൻസ് അങ്ങനെ അവസാനിക്കുന്നു. ഇനി നമുക്ക് ഒറിജിനൽ പിന്നീട് ആൻസേഴ്സ് ആണ് നോക്കാനുള്ളത്. ലാസ്റ്റായിട്ട് നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നമുക്കിനി ഒറിജിനൽ പിന്നീട് ആൻസേഴ്സ് നോക്കാം. നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഒറിജിനൽ പിന്നീട് ആൻസേഴ്സ് കാണിച്ചിരുന്നു. അതിനാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ടോട്ടലി 1010 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇന്ത്യൻ കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജോഗ്രഫിയിലെ കുറച്ച് ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുകയാണ്. നമ്മൾ അത് ഗാലറി ചെയ്ത് വെച്ചേക്കണം. ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. കുറേ ദിവസമായി നമ്മൾ ഗാലറി ചെയ്ത് വെച്ചിട്ട് ഈ വീഡിയോയും കൂടി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജോഗ്രഫിയിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ജോഗ്രഫി കുറച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്സ് ഒന്ന് പറയാണ്. ജോഗ്രഫി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ജോഗ്രഫി 1 ജനറൽ ജോഗ്രഫി, 2 വേൾഡ് ജോഗ്രഫി, 3
ഇന്ത്യൻ ജോഗ്രഫി. 3 ഇന്ത്യൻ ജോഗ്രഫി. വീഡിയോസൊക്കെ തുടർച്ച ചെയ്തുകൊണ്ടാണ് നമ്മളിത് പറയാമെന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കിയേനെ. ഇത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഒരു ചാപ്റ്റേഴ്സും കൂടിയാണ് വീഡിയോ. ചാപ്റ്റർ 1 ജനറൽ ജോഗ്രഫി ഇൻട്രൊഡക്ഷൻ, ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി, സിസ്റ്റമാറ്റിക് ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി, കൾച്ചറൽ ജോഗ്രഫി. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നതാണ്. റീജിയണൽ ജോഗ്രഫി, ജോഗ്രഫിക് ഫീച്ചേഴ്സ്, അനാലിസിങ് ജോഗ്രഫിക് ഇൻഫർമേഷൻ. ഞാൻ പറയുന്നില്ല, ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിച്ചു പോവുകയാണ്. ജോഗ്രഫിയിൽ ജനറൽ ജോഗ്രഫി. ട്രാൻസിഷൻ സോൺ ഒരു ഫിഗർ ഉണ്ട്. Important data about the Earth. Earth crust composition of the Earth, biosphere, minerals, geological history of Earth, geological time, relative time scale. ഇതിൽ epochs of the territory period. A, the Paleocene epoch, പിന്നെ B, the Eocene epoch, പിന്നെ അതുപോലെ തന്നെ റിലേറ്റീവ് ടൈം സ്കെയിലിൽ പ്രീ ക്യാമറിയൻ എറ, പെലിയോസോയിക് എറ, അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ എപ്പോക്സ് ഓഫ് ദ ടെറിട്ടറി പീരീഡ് എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടില്ല. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഈ ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എപ്പോക്സ് ഓഫ് ദ ടെറിട്ടറി പീരീഡ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കാം. റിലേറ്റീവ് ടൈം സ്കെയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഗാലറി ചെയ്ത് വെച്ചേക്കാനും. മെസോസോയിക് എറ, സെനോസോയിക് എറ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തതാണ്. നമ്മൾ ഇന്നിപ്പോൾ എടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ടോപ്പിക്സ് ചെയ്ത വീഡിയോയും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യും ജോഗ്രഫിയുടെ. പിന്നെ ഫിഗർ 1.2 ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്, ഇതൊക്കെ നമ്മൾ പറ്റാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓലിഗോസീനി എപ്പോക്ക്, ദ മിയോസീനി എപ്പോക്ക്, ദ പ്ലിയോസീനി എപ്പോക്ക്, ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല നമ്മൾ വീഡിയോ ചെയ്ത ടൈമിൽ ഈ ടോപ്പിക്സ് എടുക്കാൻ, അതുകൊണ്ടാണ്. പിന്നെ കറണ്ട് ടൈം ക്യാൻ ബി പുട്ട് ഇൻ ടു ദ സെനോസോയിക് എറ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. ഈ ഒരു ഇത് നമ്മൾ ആ വീഡിയോ അവസാനിപ്പിച്ച ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സെക്ഷൻ പറയുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷനും കൂടി ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇവിടെ വരെ നമ്മൾ അവസാനിപ്പിച്ചു ജോഗ്രഫിയുടെ ടോപ്പിക്സുകൾ. ഇനി എർത്ത് മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് ഇനി പുതിയ ടോപ്പിക്കായിട്ട് വരുന്ന, റൊട്ടേഷൻ ഒക്കെ. പിന്നെ ഇവിടെ തന്നെ എപ്പോക്സ് ഓഫ് ദ ക്വാട്ടർണറി പീരിയഡ് ഉണ്ട്. സോറി, നമ്മൾ ഈ ടോപ്പിക്ക് പറഞ്ഞില്ല എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, എപ്പോക്സ് ഓഫ് ദ ക്വാട്ടർണറി പീരിയഡ് എന്നുള്ളത്. എന്തായാലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കും. എനിക്കത് ഓർമ്മയില്ല, കുറേ നാളായി നമ്മളത് വീഡിയോ ചെയ്ത് വെച്ചിട്ട്, അതുകൊണ്ടാണ്
ഇവിടെ വരെ എന്തായാലും നമ്മൾ ചെയ്ത് നിർത്തിയേക്കാണ്. ജോഗ്രഫി, ജോഗ്രഫിയിൽ എർത്ത് മൂവ്മെൻറ്റ്സ് ഒക്കെ പുതിയ ടോപ്പിക്കാണ്. ഇത്രയുള്ള നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നമ്മൾ ക്ലാസ് എടുത്ത് ചെയ്തെങ്കിലും ടോപ്പിക്സുകൾ നമ്മൾ ഇത്രയും പറയാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്കൊന്ന് പരിചയമാവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഓൾറെഡി ജോഗ്രഫിയിലെ ടോപ്പിക്സുകളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമായിരിക്കും. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ അത് കംഫർട്ടബിൾ ആയിരിക്കും. സാധാരണ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ടോപ്പിക്സുകൾ നമ്മൾ എടുത്ത് വീഡിയോ ചെയ്യാത്തത്. ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിലാണ് ടോപ്പിക്സുകളായിട്ട് വീഡിയോ ചെയ്യാമെന്ന്. ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, കുറേ നാൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ടോപ്പിക്സുകൾ മാത്രം എടുത്ത് വീഡിയോ ചെയ്യാമെന്ന്. പക്ഷെ നമുക്ക് ടൈം ഇല്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കൂടുതൽ ടോപ്പിക്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ വീഡിയോ ഇത്രയും ചെയ്താൽ സൈലൻ്റ് ക്ലാസ് ആയിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും നമുക്ക് പറയാനില്ല, അങ്ങനെ വരാനുള്ള സാധ്യതകളില്ല. എന്നാലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഡ്രോബാക്സ് മീൻസ് ക്യാമറ ക്ലാരിറ്റി, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് തന്നെ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫാൻ്റെ ഡിസ്റ്റർബൻസ്, ഫാൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അതൊക്കെ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. ഡ്രോബാക്സ് ഒക്കെ ദയവേത് ക്ഷമിക്കുക, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് സിലബസിനെ കുറിച്ചാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത്. ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോസൊക്കെ നമ്മൾ സൗണ്ട് ഓഫ് ചെയ്തിട്ട് വീഡിയോ ഷോ വെച്ചിട്ട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആക്കി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യണം. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ, സോങ്സ് മിക്സ് ചെയ്ത് ഡിഫറെൻറ്റ് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ നല്ല വീഡിയോസാണ്, നിങ്ങൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഹെഡ്ഫോൺ വെച്ചൊക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു സിറ്റുവേഷനും കൂടി ഇവിടെ വരുന്നുണ്ട്. ഞാൻ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്, എന്നാലും നമുക്ക് പഠിക്കാനായിട്ടാണെങ്കിലും അത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, നമുക്ക് ഏത് രീതി നമുക്കറിയാവുന്ന എല്ലാ രീതിയിലും നമുക്ക് ഈ വീഡിയോസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഡബിൾ മൈൻഡുള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെക്കൊണ്ട് സാധിക്കില്ല, കാരണം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, സോങ്സൊക്കെ മിക്സ് ചെയ്തേക്കണോണ്ട്. ഡബിൾ മൈൻഡുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ പഠിക്കാൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിക്കുന്ന രീതിയിൽ തന്നെ അത് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം. എന്തായാലും ഞാൻ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. എന്തായാലും ഇത്രയും നമ്മൾ താല്പര്യമെടുത്ത് വീഡിയോനെ കുറിച്ച് പറയുന്നത് അത്ര നല്ല വീഡിയോസ് ആയതുകൊണ്ടാണ്. അപ്പോൾ പ്ലീസ് വാച്ച് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ്. ഇനി പുതിയതായിട്ട് നമ്മളൊരു വീഡിയോ എഡിറ്ററും കൂടി യൂസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് നല്ല എഫക്ട്സ് ആണ്. സോങ്സ് എനിക്കറിയില്ല എന്ത് പറയണം എന്നുള്ളത്, അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും എഫക്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് ആണ്. സോങ്സ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, എന്നാൽ എഫക്ട്സിന് എനിക്ക് കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. വളരെ നല്ല എഫക്ട്സ് ആണ്, എനിക്ക് എഫക്ട്സ് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വീറ്റോ എന്ന് പറഞ്ഞ വീഡിയോ എഡിറ്റർ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി അതിൻ്റെ ഒപ്പം തന്നെ പുതിയ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യും. അതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ഷോ വെച്ചിട്ടും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും നല്ലൊരു എന്താ പറയുക, പല രീതിയിലുള്ള എഫക്ട്സ്, അതുപോലെ തന്നെ സോങ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. വീഡിയോ ഷോൻ്റെ ആണ് നമ്മൾ കൂടുതലും ചെയ്തേക്കുന്നത് വീഡിയോസ്. വീറ്റോം VN ഒക്കെ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു നമ്മളെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോനും, അതുപോലെ തന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസിനൊക്കെ. ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസും ഒരുപാട് ചെയ്തിട്ടുണ്ട്, അത് പുതിയതായിട്ടും ചെയ്യുന്നുണ്ട്. ഈ ടൈം അനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കാനുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTV വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആവും ഈ വീഡിയോ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമ്മളെന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഇത്രയൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചല്ല വീഡിയോയിൽ, പക്ഷേ എന്തോ കുറേ ടോപ്പിക്സ് കൂടി പറഞ്ഞപ്പോൾ നമുക്കതൊരു വീഡിയോയിൽ എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നത്. പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് ലാസ്റ്റ് ഭാഗമൊക്കെ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റിയ സന്തോഷമുണ്ട് ജോഗ്രഫിയിലാണ്.
നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ടോപ്പിക്സ് ആണെങ്കിലും കുറച്ചും കൂടി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണിച്ചും പോയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയതിൽ. എന്തായാലും ഈ ഒറിജിനൽ പ്രിൻ്റഡ് ആൻസേഴ്സും ഒറിജിനൽ പ്രിൻ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തണം എല്ലാവരും എന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹം. എന്തായാലും നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.